So in the fourth module of structural analysis 2, we are going to learn a new method for the analysis of indeterminate structures called Canny's method. Caspar Canny, a German engineer, developed a distribution procedure based on slope deflection equations. So basically, this is a displacement method. And this method can be used for the analysis of multi-storied frames also. So far in our structural analysis 2, we have learned different methods for the analysis of indeterminate structures, indeterminate beams, frames, etc. We have already learned consistent deformation method, three moment equations, slope deflection equations, moment distribution method, etc. for the analysis of indeterminate structures. This is a different method for the analysis of indeterminate structures, but this method we can use for multi-storied frames also, which means even if the degree of indeterminacy is very high, we can use this method. Multi-storied frames എന്ന് പറയുമ്പോൾ ഇൻഡിറ്റർമിനസി ഒരുപാട് ഹൈ ആയിരിക്കും, ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനസി. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിന് പോലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് Canny's method. So let's see the basic principle of this method. So this is our deflected beam or a member as a part of an indeterminate structure. Member AB as shown in the figure is an indeterminate member of a beam or a frame. ഒരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒരു മെമ്പറാണ് എ ബി എന്ന് പറയുന്നത്. ഇതിപ്പം ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഷേപ്പാണ് കാണിച്ചിട്ടുള്ളത് അതിനകത്ത്, along with the rotation, and the final end moments are MAB and MBA. ഇനി എന്തൊക്കെ മൊമെന്റ്സ് ആക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയി മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ആ ഒരു മൊമെന്റ്സിൻ്റെ ഒക്കെ സമ്മാണ് ഈ കാണുന്ന MAB ആൻഡ് MBA എന്ന് പറയുന്ന എൻഡ് മൊമെന്റ്സ്, ഫൈനൽ എൻഡ് മൊമെന്റ്സ്. ഇവിടെ ഇപ്പം മെമ്പർ എ ബിക്ക് ഡിഫ്ലക്ഷനും റൊട്ടേഷനും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എയിലുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ എ ആണ്, ബിയിൽ ഉണ്ടായിട്ടുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത് തീറ്റ ബി ആണ്. ആൻഡ് ദ ഫൈനൽ എൻഡ് മൊമെന്റ്സ് ആർ MAB ആൻഡ് MBA. എങ്ങനെയാണ് ഈ ഒരു എൻഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ളത് നോക്കാം. So let MAB and MBA be the final moments. MAB consists of, MAB എന്തൊക്കെ മൊമെന്റ്സിൻ്റെ സമ്മാണ് MAB നമുക്ക് നോക്കാം. MAB consists of fixed end moments, that is M of AB. MABൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്, അതായത് എയിൽ ഉണ്ടായിട്ടുള്ള മൊമെൻറ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് MA എന്ന് പറയാണ്ട് MAB എന്ന് തന്നെ പറയുന്നത്? അവിടെ ബിയിലുള്ള മൊമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ വരുന്നത് കൊണ്ടാണ്. എപ്പോഴും ഒരു ജോയിൻറ്റിലുള്ള മൊമെൻറ്റിൻ്റെ കാരണം ഫുള്ളി ആ ജോയിൻറ്റ് മാത്രമല്ല, അടുത്ത ജോയിൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ അതിലുണ്ട്. അതുകൊണ്ടാണ് MAB എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നത്. So MAB consists of fixed end moment M of AB, moment due to rotation of end A only, and moment due to rotation of end B only. അതിന് നമ്മൾ M of AB യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിന്. അടുത്തത് മൊമെൻറ്റ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എൻഡ് എ ഓൺലി എന്ന് പറയുന്നത് 2M-AB എന്ന് കൊടുക്കാം. ആൻഡ് ദ തേർഡ് മൊമെൻറ്റ് is moment due to the rotation of end B only. ആദ്യത്തത് എന്താണ്? M of AB എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ മൂന്ന് മൊമെൻറ്റ്സ് എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ മൊമെൻറ്റ്, ദാറ്റ് ഈസ് M of AB. M of AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB എന്ന് പറയുന്ന മെമ്പറിൻ്റെ രണ്ട് എൻഡ്സും ഫിക്സ്ഡ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ രണ്ട് എൻഡും റൊട്ടേറ്റ് ചെയ്യാണ്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, അതിന് കാരണമായിട്ടുള്ള മൊമെൻ്റ് ആണ് M of AB എന്ന് പറയുന്നത്. അടുത്ത മൊമെൻ്റ് എന്താണ്? മൊമെൻറ്റ് ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് എൻഡ് എ ഓൺലി എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറാണ്. ഇനിയിപ്പം ഒരു എൻഡ് മാത്രം, എ എന്ന് പറയുന്ന എൻഡ് മാത്രം റൊട്ടേറ്റ് ചെയ്യാണ്, മറ്റേ എൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, മറ്റേ എൻഡ് ഫിക്സ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവിടെ എൻഡ് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻ്റ് ആണ് 2M-AB എന്ന് പറയുന്നത്.
which is given by 4EI theta A divided by L. ഇനി നമ്മുടെ മൂന്നാമത്തെ മൊമെന്റ് എന്താണ്? എം എ ബിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൂന്നാമത്തെ മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എൻഡ് ബി ഓൺലി. അതാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ഫിഗർ. അതായത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ബി എന്ന് പറയുന്ന എൻഡ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. എ എന്ന് പറയുന്ന എൻഡ് റൊട്ടേറ്റ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് എൻഡ് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ആണ് എം ഡാഷ് ബി എ. അതിനെന്തുകൊണ്ടാണ് എം ഡാഷ് ബി എ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്? അത് ബി എന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ബി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് എയിൽ ഉണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ, മൊമെന്റ് കോൺട്രിബ്യൂഷൻ ആണ് എം ഡാഷ് ബി എ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മൊമെന്റ് എം ഡാഷ് എ ബി, 2m ഡാഷ് എ ബി എന്ന് പറയുന്നത് ഇവിടെ എൻഡ് എ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എൻഡ് എയിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ആണ് 2m ഡാഷ് എ ബി എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണുന്ന എം ഡാഷ് ബി എ എന്ന് പറയുന്ന മൊമെന്റ് ഇതും ഉണ്ടാവുന്നത് എയിൽ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ മൊമെന്റ്സും എയിൽ ഉണ്ടാവുന്ന മൊമെന്റ്സിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എം ഡാഷ് ബി എ എന്ന് പറയുന്നത് it is a moment developed due to the rotation of the support B, and it is given by half 4EI divided by L into theta B. ഇങ്ങനെ ഈ മൂന്ന് പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു മെമ്പർ, ഈ ഒരു ഡിഫ്ലക്ഷനും റൊട്ടേഷനും മൊമെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് എം എ ബി എന്ന് പറയുന്ന മൊമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് മൊമെന്റ്സിന്റെയും സം ആണ്. ഈ മൂന്ന് പ്രോസസ്സും അണ്ടർഗോ ചെയ്തിട്ടാണ് ഈ ഫൈനൽ മൊമെന്റ് ആയിട്ടുള്ള എം എ ബി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ എം എ ബി ഇസ് ഈക്വൽ ടു എം എഫ് എ ബി പ്ലസ് 2m ഡാഷ് എ ബി പ്ലസ് എം ഡാഷ് ബി എ. അതായത് എം എ ബി എന്ന് പറയുന്ന ഫൈനൽ മൊമെന്റ് ഇസ് എ സം ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആൻഡ് ദ മൊമെന്റ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എൻഡ് എ ആൻഡ് ദ മൊമെന്റ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് എൻഡ് ബി ഓൺലി. അതായത് ഇത് ഈ 2m ഡാഷ് എ ബി എന്ന് പറയുന്നത് എ മാത്രം റൊട്ടേറ്റ് ചെയ്യുമ്പം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ആണ്. അതേ സമയത്ത് എം ഡാഷ് ബി എ എന്ന് പറയുന്നത് എൻഡ് ബി മാത്രം റൊട്ടേറ്റ് ചെയ്യുമ്പം എയിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് ആണ്. എം എ ബി ഇതൊക്കെയാണെങ്കിൽ എം ബി എ എന്തൊക്കെയായിരിക്കും? എം ബി എ ഇസ് ഈക്വൽ ടു എം എഫ് ബി എ പ്ലസ് 2m ഡാഷ് ബി എ പ്ലസ് എം ഡാഷ് എ ബി. അതായത് എം എ ബി എന്ന് പറയുന്നത് സം ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് അറ്റ് ബി, ദെൻ ദ റൊട്ടേഷൻ moment developed due to the rotation of end B only, then m dash AB is the moment developed due to the rotation of end A only. A യുടെ റൊട്ടേഷൻ കൊണ്ട് ബിയിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് എം ഡാഷ് എ ബി. ബിയുടെ റൊട്ടേഷൻ കൊണ്ട് ബിയിൽ തന്നെ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് 2m ഡാഷ് ബി എ. സോ ഇതാണ് ഈ ഒരു മെത്തേഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദ ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു fixed end moment plus 2 times the rotation contribution of the near end. നമ്മൾ ഏത് എൻഡാണോ കൺസിഡർ ചെയ്യുന്നത് ആ എൻഡിൻ്റെ 2 times the rotation contribution plus rotation contribution from far end. എ ആണെങ്കിൽ ഫാർ എൻഡ് ബി ആണ്, അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ് എം ഡാഷ് ബി എ എന്ന് പറയുന്നത്. അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എം എ ബി കിട്ടുന്നത്. സോ ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ ദ ഫൈനൽ മൊമെന്റ്. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. പക്ഷേ മെത്തേഡ് നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം, പ്രോബ്ലത്തിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം ഈ മെത്തേഡ്. അതിനു മുന്നേ രണ്ട് ടേംസും കൂടെ പറയാനുണ്ട്. വൺ ഇസ് റൊട്ടേഷൻ ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ മെമ്പർ ടു ദ സം ഓഫ് റൊട്ടേഷൻസ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് മീറ്റിംഗ് അറ്റ് ദാറ്റ് ജോയിന്റ്. നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ പറഞ്ഞ പോലെ ഇത് റൊട്ടേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ മൈനസ് ഹാഫ് ഓഫ് കെ ഐ ഡിവൈഡ് ബൈ സിഗ്മ കെ ഐ. ഈ ടേം എന്താണ്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ തന്നെയാണ്.
പെർട്ടിക്കുലർ മെമ്പറിൻ്റെ സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ ദ sum of all the stiffness values of the members meeting at that particular joint. അതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ -½ ആണ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ടേം. സോ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റൊട്ടേഷൻ ഫാക്ടർ. അടുത്തതായിട്ട് നമുക്ക് ഈ M'(AB) അല്ലെങ്കിൽ M'(BA) എന്നൊക്കെ പറയുന്ന ടേംസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും കൂടിയാണ് പറയാനുള്ളത്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ എൻഡ് ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഇൻടു in bracket sum of fixed end moments plus sum of rotation contribution from far ends. ഇവിടെ സം എന്ന് വരാൻ കാരണം ഒരു ജോയിന്റിൽ രണ്ടോ അതിൽ കൂടുതലോ മെമ്പേഴ്സ് വരുന്നത് കൊണ്ടാണ് സം എന്ന് കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് AB, അതായത് M'(AB) ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ റൊട്ടേഷൻ ഫാക്ടർ ഓഫ് AB ഇൻടു സം ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് അറ്റ് എയിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിൻ്റെ സമ്മ് പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്സ്, അതായത് M'(BA). ഫാർ എൻഡ് എന്നുള്ള കോൺട്രിബ്യൂഷൻ, എന്റെ കേസിൽ ഫാർ എൻഡ് എന്നുള്ള കോൺട്രിബ്യൂഷൻ M'(BA) ആണ്. സം ഓഫ് എന്ന് പറയാൻ കാരണം എയിൽ വേറെയും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, AB അല്ലാണ്ട് അതിനെ കണക്ട് ചെയ്യുന്ന വേറെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫാർ എൻഡ്സ് എന്നുള്ള കോൺട്രിബ്യൂഷൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് M'(AB) കിട്ടുന്നത്. സോ M'(AB) is equal to rotation factor of AB into in bracket fixed end moments at AB, sum of fixed end moments at AB plus rotation contribution from far ends എന്ന് പറയുമ്പോൾ ഇവിടെ M'(BA) ആണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ള മെമ്പറിൻ്റെ കേസിൽ M'(BA) ആണ്. ഇനി ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻസും കൂടെ ആഡ് ചെയ്തതാണ് സം ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്സ്. സോ ദീസ് ടേംസ് please remember rotation factor and rotation contribution of a particular end. അതായത് M'(AB) അല്ലെങ്കിൽ M'(BA) എന്നൊക്കെയുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷൻ. ഈ രണ്ട് ടേംസ് ആണ് നമ്മൾ ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന പുതിയ രണ്ട് ടേംസ് ആയിട്ടുള്ളത്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി ക്യാൻ സോൾവ് ദ problems by Canny's method. പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐട്രേഷൻ പ്രൊസീജിയർ ആണിത്. പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാം.